PSC സക്സസ് ലാഡറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ ബി ക്യാഷ് മെമ്മറി, ഓപ്ഷൻ സി മെമ്മറി രജിസ്റ്റർ, ഓപ്ഷൻ ഡി റീഡ് ഓൺലി മെമ്മറി. ഉത്തരം ഓപ്ഷൻ സി മെമ്മറി രജിസ്റ്റർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് മെമ്മറി രജിസ്റ്റർ. ഇനി നമുക്ക് വേഗതയുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ മെമ്മറികളെ ഒന്ന് ഹൈറാർക്കിക്കൽ ഓർഡറിൽ നോക്കാം. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് CPU രജിസ്റ്റേഴ്സ്. ഏറ്റവും വേഗതയേറിയ മെമ്മറിയാണ് CPU രജിസ്റ്റേഴ്സ്. അടുത്തത് ക്യാഷ് മെമ്മറി. രണ്ടാമത്തത് ക്യാഷ് മെമ്മറി. മൂന്നാമത്തത് മെയിൻ മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി. മെയിൻ മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി അതിൽ ഉൾക്കൊള്ളുന്നതാണ് റാമും റോമും. അടുത്തത് മാഗ്നറ്റിക് ഡിസ്ക് ഓർ സെക്കൻഡറി മെമ്മറി. എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്ന സെക്കൻഡറി മെമ്മറിയാണ് അടുത്തത്. അതിൽ വരുന്ന ഉപകരണങ്ങളാണ് ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പെൻ ഡ്രൈവ്. അടുത്തത് ഒപ്റ്റിക്കൽ ഡിസ്ക് ഓർ ടെർഷറി മെമ്മറി. അതിൽ ഉൾക്കൊള്ളുന്നതാണ് CD, DVD, ബ്ലൂറേ ഡിസ്ക്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? ഓപ്ഷൻ എ പ്ലോട്ടർ, ഓപ്ഷൻ ബി പ്രിൻ്റർ, ഓപ്ഷൻ സി ഫ്ലാഷ് മെമ്മറി, ഓപ്ഷൻ ഡി ബയോമെട്രിക് സെൻസർ. ഉത്തരം ഓപ്ഷൻ ഡി ബയോമെട്രിക് സെൻസർ. ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശാരീരിക സവിശേഷതകൾ വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഉപകരണമാണ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഫേസ്, അതുപോലെ ഫിംഗർ പ്രിൻറ്റ്സ്, വോയിസ്, അതൊക്കെ വെച്ച് നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ പഞ്ച് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? ബയോമെട്രിക് സെൻസറിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കീബോർഡ്, ലൈറ്റ് പെൻ, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, മൗസ്, മൈക്രോഫോൺ, ജോയ്സ്റ്റിക്ക്, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ അഥവാ OMR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഓർ OCR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ഓർ MICR. ഇത്രയും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അടുത്തത് അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ഓപ്ഷൻ എ മോസില്ല ഫയർഫോക്സ്, ഓപ്ഷൻ ബി അവീര, ഓപ്ഷൻ സി ഗൂഗിൾ ക്രോം, ഓപ്ഷൻ ഡി ബിങ്. ഉത്തരം ഓപ്ഷൻ ഡി ബിങ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റ് സെർച്ച് എഞ്ചിനുകളാണ് ഗൂഗിൾ, യാഹൂ, ആൾട്ടാവിസ്റ്റ, ഡക്ഡക്ഗോ, ഗുരുജി മുതലായവ. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർച്ചി. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു സെർച്ച് എഞ്ചിനാണ് ഗുരുജി. ഇത്രയും ഓർത്തിരിക്കുക. അടുത്തത്, ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേര്. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേര്. ഓപ്ഷൻ എ ലാൻ, ഓപ്ഷൻ ബി വാൻ, ഓപ്ഷൻ സി മാൻ, ഓപ്ഷൻ ഡി പാൻ. ഉത്തരം ഓപ്ഷൻ ഡി പാൻ. പാൻ അഥവാ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കാണ് പാൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈഫൈ നെറ്റ്വർക്ക്, അതുപോലെ ബ്ലൂടൂത്ത്. ഇതൊക്കെ പാനിന് എക്സാമ്പിളാണ്. അടുത്തത് ലാൻ എന്താണെന്ന് നോക്കാം. ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വളരെ ചെറിയ മേഖലയിൽ മാത്രമായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒരു ഓഫീസുകളിൽ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക്. ഇതൊക്കെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ്. അടുത്തത് മാൻ അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു നഗരത്തിലെയോ
കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മാൻ അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കേബിൾ TV നെറ്റ്വർക്ക്, അതുപോലെ ടെലിഫോൺ കമ്പനി നെറ്റ്വർക്ക് ഒക്കെ. അടുത്തത് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. അതായത് വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം. ഓപ്ഷൻ എ DVD, ഓപ്ഷൻ ബി ബ്ലൂ-റേ DVD, ഓപ്ഷൻ സി CD, ഓപ്ഷൻ ഡി ഹാർഡ് ഡിസ്ക്. ഉത്തരം ഓപ്ഷൻ ബി ബ്ലൂ-റേ DVD. ഏറ്റവും ഉയർന്ന സംഭരണശേഷിയുള്ള ഒപ്റ്റിക്കൽ ഡിവൈസാണ് ബ്ലൂ-റേ DVD. അതുപോലെ മറ്റ് ഒപ്റ്റിക്കൽ ഡിവൈസുകളാണ് CD, DVD. ഇതെല്ലാം ടെർഷറി മെമ്മറിക്ക് എക്സാമ്പിളാണ്. അടുത്തത് ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ എ ഫോട്ടോഷോപ്പ്, ഓപ്ഷൻ ബി MS പെയിൻറ്റ്, ഓപ്ഷൻ സി GIMP, ഓപ്ഷൻ ഡി അഫിനിറ്റി ഫോട്ടോ. ഉത്തരം ഓപ്ഷൻ സി GIMP. GIMPിൻ്റെ ഫുൾ ഫോം ആണ് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അടുത്തത് സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി വൈറസ് പ്രോഗ്രാം, ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി ബ്രൗസർ. ഉത്തരം ഓപ്ഷൻ ഡി ബ്രൗസർ. സഫാരി എന്ന് പറയുന്നതൊരു വെബ് ബ്രൗസറാണ്. അത് വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് ആപ്പിൾ. മറ്റ് പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, ക്രോമിയം, സഫാരി, എഡ്ജ്, എപ്പിക്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അടുത്തത് താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആൻറ്റിവൈറസ് സ്കാനർ ഉപയോഗിക്കുക, ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക, ഓപ്ഷൻ സി കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മായ്ച്ചു കളയുക, ഓപ്ഷൻ ഡി ഫയർവാൾ സെറ്റ് ചെയ്യുക. ഉത്തരം ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക. ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റകളെ റീഅറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത്. ഓപ്ഷൻ എ എറർ, ഓപ്ഷൻ ബി ബഗ്സ്, ഓപ്ഷൻ സി മിസ്റ്റേക്ക്, ഓപ്ഷൻ ഡി ഡിഫെക്റ്റ്. ഉത്തരം ഓപ്ഷൻ ബി ബഗ്സ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ബഗ്സ് എന്നാണ്. അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡീബഗ്ഗിംഗ്. അടുത്തത് കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറിയാണ്. ഓപ്ഷൻ എ ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ബി റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ സി ഫ്ലാഷ് മെമ്മറി, ഓപ്ഷൻ ഡി റീഡ് ഓൺലി മെമ്മറി. ഉത്തരം ഓപ്ഷൻ ബി റാം എന്ന് പറയുന്ന റാൻഡം ആക്സസ് മെമ്മറി. ഇതൊരു താൽക്കാലിക മെമ്മറിയാണ്. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി, റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നൊക്കെ അറിയപ്പെടുന്നതും റാം ആണ്. അടുത്തത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? ഓപ്ഷൻ എ സ്വകാര്യതാ ലംഘനം, ഓപ്ഷൻ ബി ആൾമാറാട്ടവും വഞ്ചനയും, ഓപ്ഷൻ സി ബൗദ്ധിക സ്വത്ത് മോഷണം, ഓപ്ഷൻ ഡി സ്വകാര്യ വിവരങ്ങളുടെ മോഷണം.
ഉത്തരം ഓപ്ഷൻ സി ബൗദ്ധിക സ്വത്തുമോഷണം. അടുത്തത് ഇൻ്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണ്? ഇൻ്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ഓപ്ഷൻ എ ജിമെയിൽ, ഓപ്ഷൻ ബി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, ഓപ്ഷൻ സി ഗൂഗിൾ, ഓപ്ഷൻ ഡി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഉത്തരം ഓപ്ഷൻ ബി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ SMTP. ഇമെയിൽ സന്ദേശം അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP അഥവാ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതുപോലെ ഇമെയിൽ സന്ദേശം സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് പോപ്പും ഐമാപ്പും. പോപ്പ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, അതുപോലെ ഐമാപ്പ് ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. അടുത്തത് ഇസ്രായേലി സൈബർ ആയുധ കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ഫോൺ ചോർത്തൽ ചാരവൃത്തി സോഫ്റ്റ്വെയർ ആണ്. ഇസ്രായേലി സൈബർ ആയുധ കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ഫോൺ ചോർത്തൽ ചാരവൃത്തി സോഫ്റ്റ്വെയർ സ്പൈവെയർ ആണ്. ഓപ്ഷൻ എ ഐ ലവ് യു വേം, ഓപ്ഷൻ ബി റോബോട്ടിക്സ്, ഓപ്ഷൻ സി ട്രോജൻ വാർ, ഓപ്ഷൻ ഡി പെഗാസസ്. ഉത്തരം ഓപ്ഷൻ ഡി പെഗാസസ്. പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഫോൺ ചോർത്തൽ വിവാദം നടന്നത് 2021 അടുത്തത് ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കാത്തത്? ഓപ്ഷൻ എ ജിംപ്, ഓപ്ഷൻ ബി ഫോട്ടോഷോപ്പ്, ഓപ്ഷൻ സി പിക്സൽ മേറ്റർ, ഓപ്ഷൻ ഡി തംബ്. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിരുന്നു. നമുക്ക് പ്രധാനപ്പെട്ട ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. MS പെയിൻറ്റ്, ജിംപ്, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇങ്ക്സ്കേപ്പ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ആദ്യത്തെ പ്രസ്താവന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഘടകങ്ങളാണ്. രണ്ടാമത്തെ പ്രസ്താവന കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഉയർന്ന ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരികളായി പരിവർത്തനം ചെയ്യുന്ന ഒരുതരം ഭാഷാ പ്രോസസ്സറാണ് കമ്പൈലർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഘടകങ്ങളാണ്. അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഒരു ഉയർന്ന ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരികളായി പരിവർത്തനം ചെയ്യുന്ന ഒരു തരം ഭാഷാ പ്രോസസ്സറാണ് ഇൻ്റർപ്രിറ്റർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പൈലർ എന്നാണ്, അവിടെ ഇൻ്റർപ്രിറ്ററാണ് വരേണ്ടത്. അടുത്തത് സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ആദ്യത്തേത് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, അത് വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. രണ്ടാമത്തത് ഇൻ്റർനെറ്റ് സമയമോഷണം, അത് പറയുന്നത് വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടും. മൂന്നാമത്തത് സൈബർ ഭീകരത, സർക്കാരിനെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. നാലാമത്തത് സ്വകാര്യതയുടെ ലംഘനം, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. ഇതിൽ ഏത് ജോഡികളാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം മാത്രം. ജോഡി 1ഉം 2ഉം 3ഉമാണ് കറക്റ്റായിട്ട് മാച്ച് ആവുന്നത്. അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വേർഡ് പ്രോസസ്സറുകളാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? താഴെ പറയുന്നവയിൽ ഏത് വേർഡ് പ്രോസസ്സറുകളാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ഓപ്ഷൻ എ വിൻഡോസ്, ഓപ്ഷൻ ബി പൊളാരിസ് ഓഫീസ്, ഓപ്ഷൻ സി ആപ്പിൾ പേജസ്, ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് റൈറ്റർ. ഉത്തരം ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് റൈറ്റർ. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്ന വേർഡ് പ്രോസസ്സറാണ് ലിബ്രെ ഓഫീസ് റൈറ്റർ. വേർഡ് പ്രോസസ്സറുകൾ എന്ന് പറയുന്നത് ലേഖനങ്ങൾ, കത്തുകൾ, നോട്ടീസുകൾ അങ്ങനെ പലതരത്തിലുള്ള എഴുത്തുരൂപങ്ങൾ നിർമ്മിക്കാനും
അതുപോലെ അവയെ ക്രമീകരിക്കാനും അതിലെ അക്ഷരത്തെറ്റുകൾ, വ്യാകരണ തെറ്റുകൾ അതൊക്കെ കണ്ടെത്തി തിരുത്തുവാനും കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സറുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്ന വേർഡ് പ്രോസസ്സറുകളാണ് മൈക്രോസോഫ്റ്റ് വേർഡ്, കോഡ, നോഷൻ, അപ്പാച്ചി ഓപ്പൺ ഓഫീസ് റൈറ്റർ, അതുപോലെ WPS ഓഫീസ്. ഇതിൽ WPSൻ്റെ ഫുൾ ഫോം ആണ് റൈറ്റർ പ്രസൻറ്റേഷൻ സ്പ്രെഡ്ഷീറ്റ്സ് ഓഫീസ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇൻ്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇൻ്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഇമെയിൽ, ഓപ്ഷൻ ബി www, ഓപ്ഷൻ സി ടോപ്പോളജി, ഓപ്ഷൻ ഡി സെർച്ച് എഞ്ചിനുകൾ. ഉത്തരം ഓപ്ഷൻ സി ടോപ്പോളജി. അടുത്തത്, മാനിൻ്റെ പൂർണ്ണരൂപം. മാനിൻ്റെ പൂർണ്ണരൂപം. ഓപ്ഷൻ എ മിനിമം ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി മാക്സിമം ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ സി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി മോണോ ഏരിയ നെറ്റ്വർക്ക്. ഇതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഉത്തരം ഓപ്ഷൻ സി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അടുത്തത്, മോസില്ല ഫയർഫോക്സ് എന്തിനുദാഹരണമാണ്? മോസില്ല ഫയർഫോക്സ് എന്തിനുദാഹരണമാണ്? ഓപ്ഷൻ എ ബ്രൗസർ, ഓപ്ഷൻ ബി സെർച്ച് എഞ്ചിൻ, ഓപ്ഷൻ സി സോഷ്യൽ മീഡിയ, ഓപ്ഷൻ ഡി വെബ്സൈറ്റ്. ഉത്തരം ഓപ്ഷൻ എ ബ്രൗസർ. മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസറാണ്. ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകൾക്ക് നമ്മൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഒപ്പേറ, സഫാരി, നെറ്റ്സ്കേപ്പ് ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. അടുത്തത്, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ IONS, ഓപ്ഷൻ ബി ICNSS, ഓപ്ഷൻ സി IOSNS, ഓപ്ഷൻ ഡി IRNSS. ഉത്തരം ഓപ്ഷൻ ഡി IRNSS. GPS-ന് സമാനമായുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇതിൻ്റെ പുതിയ പേരാണ് നാവിക്. അടുത്തത്, താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി ഫ്ലാഷ് ഡ്രൈവ്, ഓപ്ഷൻ ഡി ബ്ലൂറേ ഡിസ്ക്. ഉത്തരം ഓപ്ഷൻ ബി റാം, റാൻഡം ആക്സസ് മെമ്മറി. അടുത്തത്, താഴെ പറയുന്നവയിൽ പെയിൻറ്റിംഗ് ഉപകരണം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പെയിൻറ്റിംഗ് ഉപകരണം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ മൗസ്, ഓപ്ഷൻ ബി ടച്ച് സ്ക്രീൻ, ഓപ്ഷൻ സി ബാർകോഡ് റീഡർ, ഓപ്ഷൻ ഡി ജോയ്സ്റ്റിക്ക്. ഉത്തരം ഓപ്ഷൻ സി ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ കോഡുകൾ ഇലക്ട്രോണിക് രീതിയിൽ രേഖപ്പെടുത്തിയ വരകളാണ്. ഈ ബാർകോഡ് റീഡറിലെ ആദ്യത്തെ 3 അക്കങ്ങൾ ഉൽപ്പന്നം നിർമ്മിച്ച രാജ്യത്തെ സൂചിപ്പിക്കുന്നു. ബാർകോഡ് റീഡറിൻ്റെ പിതാവെന്ന് പറയുന്നത് നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. അടുത്തത്, കേബിൾ TV ശൃംഖല ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? കേബിൾ TV ശൃംഖല ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ സി വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി പിയർ ടു പിയർ നെറ്റ്വർക്ക്. ഉത്തരം ഓപ്ഷൻ ബി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അടുത്തത്, ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ്. ഓപ്ഷൻ എ facebook.com, ഓപ്ഷൻ ബി twitter.com, ഓപ്ഷൻ സി വാട്സാപ്പ്, ഓപ്ഷൻ ഡി instagram.com. ഉത്തരം ഓപ്ഷൻ ബി twitter.com.
ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് twitter.com. ട്വിറ്റർ സ്ഥാപിച്ചത് ജാക്ക് ഡോഴ്സി, നോ ഗ്ലാസ്, ബിസ്റ്റോൺ, ഇവാൻ വില്യംസ്. ഇതിൽ ടെക്സ്റ്റിലൊക്കെയും ജാക്ക് ഡോഴ്സി എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ട്വിറ്റർ ആരംഭിച്ചത് 2006 അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലെ SMS എന്നറിയപ്പെടുന്ന സോഷ്യൽ നെറ്റ്വർക്ക് കൂടിയാണ് ട്വിറ്റർ. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, സ്വന്തമായി ട്വിറ്റർ അക്കൗണ്ടുള്ള ഇന്ത്യയിലെ ആദ്യ സ്മാരകമാണ് താജ്മഹൽ. അടുത്തത് ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ എ സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം. ഓപ്ഷൻ ബി നഷ്ടപ്പെട്ടു പോയ ഡേറ്റ കണ്ടെത്തുന്നതിനുള്ള സമയം. ഓപ്ഷൻ സി ഒരു നിശ്ചിത സ്ഥാനത്ത് സംഭരിച്ച ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ട സമയം. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം. അടുത്തത് ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. ഓപ്ഷൻ എ മെഷ്, ഓപ്ഷൻ ബി സ്റ്റാർ, ഓപ്ഷൻ സി റിംഗ്, ഓപ്ഷൻ ഡി ട്രീ. ഉത്തരം ഓപ്ഷൻ ബി സ്റ്റാർ. അടുത്തത് കമ്പ്യൂട്ടറിൻ്റെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിൻ്റെ CPU-വിലെ താത്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി രജിസ്റ്റർ, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ഡി റോം. ഉത്തരം ഓപ്ഷൻ ബി രജിസ്റ്റർ. രജിസ്റ്ററാണ് കമ്പ്യൂട്ടറിൻ്റെ CPU-വിലെ താത്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻ എ OMR, ഓപ്ഷൻ ബി പ്ലോട്ടർ, ഓപ്ഷൻ സി പ്രിൻ്റർ, ഓപ്ഷൻ ഡി സ്പീക്കർ. ഉത്തരം ഓപ്ഷൻ എ OMR, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് ഏതെല്ലാമാണെന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ഓപ്ഷൻ എ മോഡം, ഓപ്ഷൻ ബി റൂട്ടർ, ഓപ്ഷൻ സി NIC, ഓപ്ഷൻ ഡി ബ്രിഡ്ജ്. ഉത്തരം ഓപ്ഷൻ സി NIC. NICയുടെ ഫുൾ ഫോമാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഈ NIC എന്ന് പറയുന്നത് ഡിവൈസുകൾ തമ്മിൽ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. അതുപോലെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൺട്രോളർ എന്നറിയപ്പെടുന്നതും ഈ NIC തന്നെയാണ്. അതുപോലെ തന്നെ NIC ഇപ്പോൾ വയേർഡും ഉണ്ട്, വയർലെസ്സും ഉണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഹാർഡ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. NIC, റിപ്പീറ്റർ, ഹബ്ബ്, ബ്രിഡ്ജ്, സ്വിച്ച്, റൂട്ടർ, ഗേറ്റ്വേ. ഇത്രയാണ് പ്രധാനപ്പെട്ട ഹാർഡ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഡിവൈസ്. ഇതൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ്. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ്. ഓപ്ഷൻ എ വെയിറ്റിംഗ് സമയം, ഓപ്ഷൻ ബി സീക്ക് സമയം, ഓപ്ഷൻ സി ലേറ്റൻസി സമയം, ഓപ്ഷൻ ഡി ടേൺ അറൗണ്ട് സമയം. ഉത്തരം ഓപ്ഷൻ ഡി ടേൺ അറൗണ്ട് സമയം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് സമയം. അതായത് കമ്പ്യൂട്ടർ ജോലി ചെയ്തു തുടങ്ങിയതിന് ശേഷം അവസാനിപ്പിക്കുന്നത് വരെയുള്ള സമയത്തെയാണ് ടേൺ അറൗണ്ട് സമയം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആക്സസ് ടൈം. ആക്സസ് ടൈം എന്ന് പറയുന്നത് സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയമാണ് ആക്സസ് ടൈം.
അതുപോലെ സീക്ക് ടൈം എന്ന് പറയുന്നത് ഒരു ഹാർഡ് ഡിസ്ക് കൺട്രോളർ സംഭരിച്ചു വച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡേറ്റ കണ്ടെത്താനെടുക്കുന്ന സമയമാണ് സീക്ക് ടൈം. കണ്ടെത്താനെടുക്കുന്ന സമയമാണ് സീക്ക് ടൈം. സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയമാണ് ആക്സസ് ടൈം. ഇതെല്ലാം ഡിസ്ക് ഷെഡ്യൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ടെറാബൈറ്റിന് തുല്യമായത്. ഒരു ടെറാബൈറ്റിന് തുല്യമായത്. ഓപ്ഷൻ എ 1024 പെറ്റാബൈറ്റ്. ഓപ്ഷൻ ബി 1024 ഗിഗാബൈറ്റ്. ഓപ്ഷൻ സി 1024 കിലോബൈറ്റ്. ഓപ്ഷൻ ഡി 1024 മെഗാബൈറ്റ്. ഉത്തരം ഓപ്ഷൻ ബി 1024 ഗിഗാബൈറ്റ്. ഇത് മെമ്മറി യൂണിറ്റുകൾ എന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. 4 ബിറ്റ് എന്ന് പറയുന്നത് ഒരു നിബിളാണ്. ഒരു നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റാണ്. അതുപോലെ 8 ബിറ്റ് 2 നിബിൾ കൂടി ചേരുന്നതാണ് ഒരു ബൈറ്റ്. 8 ബിറ്റ് അഥവാ 2 നിബിൾ കൂടി ചേരുന്നതാണ് ഒരു ബൈറ്റ്. അതുപോലെ 1024 ബൈറ്റ്സ് കൂടി ചേരുന്നതാണ് ഒരു കിലോ ബൈറ്റ്. 1024 ബൈറ്റ്സ് കൂടി ചേരുന്നതാണ് ഒരു കിലോ ബൈറ്റ്. ഇനി നമുക്ക് ഈ മെമ്മറി യൂണിറ്റുകളൊന്ന് ഓർഡറിൽ നോക്കാം. ആദ്യം നിബിൾ, അത് കഴിഞ്ഞ് ബൈറ്റ്, അത് കഴിഞ്ഞ് കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്, ബ്രോണ്ടോബൈറ്റ്, ജിയോബൈറ്റ്. ഇത്രയുമാണ് മെമ്മറി യൂണിറ്റുകൾ ഓർഡറിൽ പറഞ്ഞാൽ. അതുപോലെ മെഗാബൈറ്റ് തൊട്ട് ഏത് യൂണിറ്റ് കണ്ടെത്താനും തൊട്ട് മുൻപത്തെ യൂണിറ്റിൻ്റെ കൂടെ 1024 കൂട്ടി പറഞ്ഞാൽ മതി. അടുത്തത് താഴെ പറയുന്നവയിൽ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണമാണ്. താഴെ പറയുന്നവയിൽ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണമാണ്. ഓപ്ഷൻ എ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. ഓപ്ഷൻ ബി ലേസർ പ്രിൻ്റർ. ഓപ്ഷൻ സി തെർമൽ പ്രിൻ്റർ. ഓപ്ഷൻ ഡി ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഉത്തരം ഓപ്ഷൻ ഡി ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണമാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. പ്രിൻ്റർ 2 തരമുണ്ട്, ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും. ഈ 2 പ്രിൻ്ററിൻ്റെ എക്സാമ്പിൾ പഠിച്ചിരുന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏതെല്ലാമാണെന്നൊന്ന് ഓർത്തിരിക്കാം. 3 എണ്ണമാണ് പ്രധാനമായിട്ടും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ആദ്യത്തേത് ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, രണ്ടാമത്തത് ലേസർ പ്രിൻ്റർ, മൂന്നാമത്തത് തെർമൽ പ്രിൻ്റർ. അതുപോലെ 3D പ്രിൻറ്റേഴ്സും ഉണ്ട്, അതും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ വരുന്നതാണ്. 3D പ്രിൻറ്റേഴ്സ് അഥവാ 3 ഡയമെൻഷണൽ പ്രിൻറ്റേഴ്സ്. ഇത്രയും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ ഓർത്തിരുന്നാൽ മതി, ബാക്കിയെല്ലാം ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. അടുത്തത് ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരി വരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയറാണ്. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരി വരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയറാണ്. ഓപ്ഷൻ എ ഇൻ്റർപ്രിറ്റർ. ഓപ്ഷൻ ബി കമ്പൈലർ. ഓപ്ഷൻ സി അസംബ്ലർ. ഓപ്ഷൻ ഡി ഡീഫ്രാഗ്മെൻറ്റർ. ഉത്തരം ഓപ്ഷൻ എ ഇൻ്റർപ്രിറ്റർ. വിവിധ തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസ്സറുകളാണ് അസംബ്ലർ, ഇൻ്റർപ്രിറ്റർ, കമ്പൈലർ. അതിൽ ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ ലൈൻ ബൈ ലൈനായി യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നത് ഇൻ്റർപ്രിറ്ററാണ്. അതുപോലെ ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ ഒരുമിച്ച് യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നത് കമ്പൈലറാണ്. ലൈൻ ബൈ ലൈനായി മാറ്റുന്നത് ഇൻ്റർപ്രിറ്ററും ഒരുമിച്ച് മാറ്റുന്നത് കമ്പൈലറുമാണ്. അതുപോലെ അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നത് അസംബ്ലറാണ്. അടുത്തത് കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം. ഓപ്ഷൻ എ തിരുവനന്തപുരം. ഓപ്ഷൻ ബി കൊച്ചി. ഓപ്ഷൻ സി പാലക്കാട്. ഓപ്ഷൻ ഡി കോഴിക്കോട്. ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരമാണ് കൊച്ചി. അതുപോലെ കേരളത്തിൽ ആദ്യമായി 3G നിലവിൽ വന്നത് കോഴിക്കോടാണ്. 3Gയും 4Gയും കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്ന കമ്പനിയാണ് എയർടെൽ. കേരളത്തിൽ ആദ്യമായി 5G നിലവിൽ വന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ പരിധിയിലും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുമാണ്. കൊണ്ടുവന്ന കമ്പനിയാണ് റിലയൻസ് ജിയോ. അടുത്തത് IT ആക്ടിൻ്റെ ഏതു വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? IT ആക്ടിൻ്റെ ഏതു വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്?
ഓപ്ഷൻ എ 69A, ഓപ്ഷൻ ബി 66, ഓപ്ഷൻ സി 67A, ഓപ്ഷൻ ഡി 65. ഉത്തരം ഓപ്ഷൻ എ 69A. വകുപ്പ് 69A പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക. ഓപ്ഷൻ എ റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ ബി റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ സി ക്യാഷ് മെമ്മറി, ഓപ്ഷൻ ഡി ബ്ലൂ-റേ DVD. ഉത്തരം ഓപ്ഷൻ ഡി ബ്ലൂ-റേ DVD. മറ്റു 3 മെമ്മറികളായ റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി എന്നിവ കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറികളാണ്. ബ്ലൂ-റേ DVD എന്ന് പറയുന്നൊരു സെക്കൻഡറി മെമ്മറിയാണ്. അതുപോലെ അതൊരു ഒപ്റ്റിക്കൽ ഡിവൈസാണ്. അടുത്തത് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ്? ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ സി വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഉത്തരം ഓപ്ഷൻ സി വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിവിശാലമായ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അടുത്തത് വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ്. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ്. ഓപ്ഷൻ എ ടിം ബെർണേഴ്സ്-ലീ, ഓപ്ഷൻ ബി ചാൾസ് ബാബേജ്, ഓപ്ഷൻ സി സ്റ്റീവ് ജോബ്സ്, ഓപ്ഷൻ ഡി ജെയിംസ് ഗോസ്ലിംഗ്. ഉത്തരം ഓപ്ഷൻ എ ടിം ബെർണേഴ്സ്-ലീ. WWW ഓർ വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവാണ് ടിം ബെർണേഴ്സ്-ലീ. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് വീവിംഗ് ദ വെബ്, ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് വൈഡ് വെബ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏത്? ഓപ്ഷൻ എ MySQL, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ് SQL സെർവർ, ഓപ്ഷൻ സി ഒറാക്കിൾ, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് ആക്സസ്. ഉത്തരം ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് ആക്സസ്. അടുത്ത ചോദ്യം, മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിൽ പെടുന്നു? മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിൽ പെടുന്നു? ഓപ്ഷൻ എ സെക്ഷൻ 66B, ഓപ്ഷൻ ബി സെക്ഷൻ 66E, ഓപ്ഷൻ സി സെക്ഷൻ 66, ഓപ്ഷൻ ഡി സെക്ഷൻ 67. ഉത്തരം ഓപ്ഷൻ ബി സെക്ഷൻ 66E. അതുപോലെ സെക്ഷൻ 66 പറയുന്നത് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനെ കുറിച്ചും സെക്ഷൻ 66B പറയുന്നത് മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ അനുബന്ധ ഉപകരണങ്ങളോ സ്വീകരിക്കുന്നത് തടയുന്നു. ഇതാണ് സെക്ഷൻ 66B പറയുന്നത്. അടുത്തത് താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഓപ്പറ, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഓപ്ഷൻ സി ആപ്പിൾ സഫാരി, ഓപ്ഷൻ ഡി ഡ്രീം വീവർ. ഉത്തരം ഓപ്ഷൻ ഡി ഡ്രീം വീവർ. അടുത്തത് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ സ്കാനർ, ഓപ്ഷൻ ബി ബാർകോഡ് റീഡർ, ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഓപ്ഷൻ ഡി പ്ലോട്ടർ. ഉത്തരം ഓപ്ഷൻ ഡി പ്ലോട്ടർ. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, ബാക്കിയെല്ലാം ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്തത് പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പ്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പ്. ഓപ്ഷൻ എ ഫിഷിംഗ്, ഓപ്ഷൻ ബി സ്ക്വാട്ടിംഗ്, ഓപ്ഷൻ സി ക്രാക്കിംഗ്, ഓപ്ഷൻ ഡി ടെററിസം. ഉത്തരം ഓപ്ഷൻ എ ഫിഷിംഗ്. അതുപോലെ സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത് ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച്
വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതാണ് സൈബർ സ്ക്വാട്ടിംഗ്. അതുപോലെ ക്രാക്കിംഗ് എന്ന് പറയുന്നത് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ഒരു ദുഷ്പ്രവൃത്തിയാണ് ക്രാക്കിംഗ്. സൈബർ ടെററിസം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ ഇവയ്ക്കെതിരെ സൈബർ സങ്കേതങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ്. അടുത്തത് ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ്. ഓപ്ഷൻ എ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ സി വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അടുത്തത് കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ എ ലാംഗ്വേജ് പ്രോസസ്സർ, ഓപ്ഷൻ ബി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ഡി കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഉപയോഗയോഗ്യമാക്കുക എന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ലിനക്സ്, യുണിക്സ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോസോഫ്റ്റ് വിൻഡോസ് മുതലായവ. അടുത്തത് സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം. ഓപ്ഷൻ എ റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ സി റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ ഡി രജിസ്റ്റർ. ഉത്തരം ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക്. നമുക്കറിയാം റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, രജിസ്റ്റർ, ക്യാഷ് മെമ്മറി ഇതെല്ലാം പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണമാണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് വിവരങ്ങൾ സ്ഥിരമായി സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറിയാണ്. അതുപോലെ എക്സ്റ്റേണൽ മെമ്മറി, ഓക്സിലറി മെമ്മറി എന്നൊക്കെ അറിയപ്പെടുന്നതും സെക്കൻഡറി മെമ്മറിയാണ്. അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതെല്ലാമാണ്? ആദ്യത്തേത് വിൻഡോസ്, രണ്ടാമത്തത് ലിനക്സ്, മൂന്നാമത്തത് എക്സൽ, നാലാമത്തത് ജിംബ്. ഇതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 3ഉം 4ഉം. എക്സലും ജിംബുമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആദ്യത്തെ വിൻഡോസും ലിനക്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്തത് നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ ഫ്രീക്വൻസി, ഓപ്ഷൻ ബി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ സി ബാൻഡ് വിഡ്ത്ത്, ഓപ്ഷൻ ഡി ഡാറ്റ ടൈപ്പ്. ഉത്തരം ഓപ്ഷൻ സി ബാൻഡ് വിഡ്ത്ത്. അടുത്തത് താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? ഓപ്ഷൻ എ ഗൂഗിൾ, ഓപ്ഷൻ ബി ഫയർഫോക്സ്, ഓപ്ഷൻ സി ഒപ്പേറ, ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഉത്തരം ഓപ്ഷൻ എ ഗൂഗിൾ. അടുത്തത് ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. ഓപ്ഷൻ എ IT ആക്ട് 65, ഓപ്ഷൻ ബി IT ആക്ട് 66B, ഓപ്ഷൻ സി IT ആക്ട് 66C, ഓപ്ഷൻ ഡി IT ആക്ട് 66F. ഉത്തരം ഓപ്ഷൻ സി IT ആക്ട് 66C. അടുത്തത് താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? ഓപ്ഷൻ എ റിപ്പീറ്റർ, ഓപ്ഷൻ ബി ബ്രിഡ്ജ്, ഓപ്ഷൻ സി റൂട്ടർ, ഓപ്ഷൻ ഡി ഗേറ്റ്വേ. ഉത്തരം ഓപ്ഷൻ ഡി ഗേറ്റ്വേ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. അടുത്തത് ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി. ഓപ്ഷൻ എ ഹാക്കിംഗ്,
ഓപ്ഷൻ ബി ഫിഷിംഗ്, ഓപ്ഷൻ സി സ്പാം, ഓപ്ഷൻ ഡി പ്ലേജിയറിസം. ഉത്തരം ഓപ്ഷൻ ബി ഫിഷിംഗ്. അടുത്തത് താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ഓപ്ഷൻ എ ക്യാഷ് മെമ്മറി, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി DVD, ഓപ്ഷൻ ഡി ഹാർഡ് ഡിസ്ക്. ഉത്തരം ഓപ്ഷൻ എ ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണ്. അടുത്തത് ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത ന്യൂ ലിനക്സ് സോഫ്റ്റ്വെയർ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത ന്യൂ ലിനക്സ് സോഫ്റ്റ്വെയർ. ഓപ്ഷൻ എ ഉബുണ്ടു, ഓപ്ഷൻ ബി ബോസ്, ഓപ്ഷൻ സി എഡുബണ്ടു, ഓപ്ഷൻ ഡി ഫെഡോറ. ഉത്തരം ഓപ്ഷൻ ബി ബോസ്. ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ് എന്ന് പറയുന്ന ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ഇത് 2007 ആരംഭിച്ചത്. അടുത്തത് വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. ഓപ്ഷൻ എ URL, ഓപ്ഷൻ ബി സ്പൈഡർ, ഓപ്ഷൻ സി ബ്രൗസർ, ഓപ്ഷൻ ഡി ഫയർവാൾ. ഉത്തരം ഓപ്ഷൻ ബി സ്പൈഡർ. അടുത്തത് സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് IT ആക്ട് 2000 സെക്ഷൻ. ഓപ്ഷൻ എ 66B, ഓപ്ഷൻ ബി 66D, ഓപ്ഷൻ സി 66E, ഓപ്ഷൻ ഡി 66F. ഉത്തരം ഓപ്ഷൻ സി 66E. അടുത്തത് താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത്? ആദ്യത്തേത് ഡോട്ട് മെട്രിക് പ്രിൻ്റർ, രണ്ടാമത്തത് ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, മൂന്നാമത്തത് ലേസർ പ്രിൻ്റർ. ഇതിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉം മാത്രം. നേരത്തെ പറഞ്ഞതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏതൊക്കെയാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററും ലേസർ പ്രിൻ്ററുമാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. അടുത്തത് ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഓപ്ഷൻ എ EEPROM, ഓപ്ഷൻ ബി SRAM, ഓപ്ഷൻ സി DRAM, ഓപ്ഷൻ ഡി SD-RAM. ഉത്തരം ഓപ്ഷൻ എ EEPROM. അടുത്തത് താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ സി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി ഡിവൈസ് ഡ്രൈവർ. ഉത്തരം ഓപ്ഷൻ സി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാഷാ പ്രോസസ്സറുകൾ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ. അടുത്തത് വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി ഗേറ്റ്വേ, ഓപ്ഷൻ സി ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ഗേറ്റ്വേ. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ച് 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. റൂട്ടർ എന്ന് പറയുന്നത് IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് റൂട്ടർ എന്ന് പറയുന്നത്.
അതുപോലെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ലാനിൻ്റെ 2 സെഗ്മെൻറ്റിനെ പരസ്പരം ബന്ധിപ്പിക്കാനോ 2 ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ലാനിൻ്റെ 2 സെഗ്മെൻറ്റിനെയോ അല്ലെങ്കിൽ 2 ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. അതുപോലെ ബസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഡേറ്റ കൈമാറുന്നതിന് സഹായിക്കുന്ന ഒരു കൂട്ടം വയറുകളാണ് ബസ്. അടുത്തത് ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2008, ഓപ്ഷൻ ഡി 2000. ഉത്തരം ഓപ്ഷൻ ഡി 2000. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നാണ്. അടുത്തത് ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഓപ്ഷൻ എ ഇ ബുക്ക്, ഓപ്ഷൻ ബി ഇ ബോർഡ്, ഓപ്ഷൻ സി ഇ ഇങ്ക്, ഓപ്ഷൻ ഡി ഇ പാനൽ. ഉത്തരം ഓപ്ഷൻ സി ഇ ഇങ്ക്. 2007 ആമസോൺ പുറത്തിറക്കിയ ബുക്ക് റീഡിംഗ് ഡിവൈസ് ആണ് ആമസോൺ കിൻഡിൽ. ഇതിലൂടെ പുസ്തകങ്ങൾ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും സെർച്ച് ചെയ്യാനും ആവശ്യമുള്ളവ പർച്ചേസ് ചെയ്ത് വായിക്കാനും പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ആമസോൺ കിൻഡിൽ. അതുപോലെ തന്നെ ആമസോൺ കിൻഡിൽ ഡിവൈസിന് പകരം അതിൻ്റെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അടുത്തത് ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ഓപ്ഷൻ എ മെമ്മറി മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ബി പ്രോസസ്സർ മാനേജ്മെൻറ്റ്, ഓപ്ഷൻ സി ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ഡി വിഭവ വിഹിതം റിസോഴ്സ് അലോക്കേഷൻ. ഉത്തരം ഓപ്ഷൻ ബി പ്രോസസ്സർ മാനേജ്മെൻറ്റ്. അടുത്തത് ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകും. ഏത് ഉപകരണത്തിനാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ചേർക്കാനാകുന്നത്? ഓപ്ഷൻ എ ഹബ്ബ്, ഓപ്ഷൻ ബി ബ്രിഡ്ജ്, ഓപ്ഷൻ സി റൂട്ടർ, ഓപ്ഷൻ ഡി ഗേറ്റ്വേ. ഉത്തരം ഓപ്ഷൻ ഡി ഗേറ്റ്വേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന 2 നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണമാണ് ഗേറ്റ്വേ. അടുത്തത് സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെൻറ്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെൻറ്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ്, ഓപ്ഷൻ ബി HTML, ഓപ്ഷൻ സി ഹോം പേജ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ്. അടുത്തത് ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഓപ്ഷൻ ബി റാൻസംവെയർ, ഓപ്ഷൻ സി സ്പൂഫിംഗ്, ഓപ്ഷൻ ഡി ഫിഷിംഗ്. ഉത്തരം ഓപ്ഷൻ ഡി ഫിഷിംഗ്. അടുത്തത് ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, ഓപ്ഷൻ ബി ലേസർ പ്രിൻ്റർ, ഓപ്ഷൻ സി പ്ലോട്ടർ, ഓപ്ഷൻ ഡി ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഉത്തരം ഓപ്ഷൻ ഡി ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. അടുത്തത് വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം. ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി ഹബ്, ഓപ്ഷൻ സി ഗേറ്റ്വേ, ഓപ്ഷൻ ഡി പ്രോക്സി സെർവർ. ഉത്തരം ഓപ്ഷൻ സി ഗേറ്റ്വേ. ഇത് നമ്മൾ നേരത്തെ 1-2 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും. അടുത്തത് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർക്കുന്നത് IT ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 65, ഓപ്ഷൻ ബി സെക്ഷൻ 65D, ഓപ്ഷൻ സി സെക്ഷൻ 67,
ഓപ്ഷൻ ഡി സെക്ഷൻ 70. ഉത്തരം ഓപ്ഷൻ എ സെക്ഷൻ 65. അടുത്തത് താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗൂഗിൾ ക്രോം, ഓപ്ഷൻ ബി മോസില്ല ഫയർഫോക്സ്, ഓപ്ഷൻ സി ഗൂഗിൾ, ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഉത്തരം ഓപ്ഷൻ സി ഗൂഗിൾ. പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളാണ് യാഹു, ബിങ്, ആൾട്ടാവിസ്റ്റ, ഗുരുജി, ബൈഡു. അത് ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി. ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ ബി റീഡ് ഓൺലി മെമ്മറി, ഓപ്ഷൻ സി ക്യാഷെ മെമ്മറി, ഓപ്ഷൻ ഡി ഹാർഡ് ഡിസ്ക്. ഉത്തരം ഓപ്ഷൻ ബി റീഡ് ഓൺലി മെമ്മറി. അടുത്തത് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി ലാംഗ്വേജ് പ്രോസസ്സർ, ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി കോഡിംഗ്. ഉത്തരം ഓപ്ഷൻ ബി ലാംഗ്വേജ് പ്രോസസ്സർ. പ്രധാനപ്പെട്ട ലാംഗ്വേജ് പ്രോസസ്സറുകളാണ് അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ. അടുത്തത് ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഓപ്ഷൻ എ ഒക്ടോബർ, ഓപ്ഷൻ ബി ജാനുവരി, ഓപ്ഷൻ സി ജൂൺ, ഓപ്ഷൻ ഡി മാർച്ച്. ഉത്തരം ഓപ്ഷൻ എ ഒക്ടോബർ. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്ന് പറയുന്നത് ഒക്ടോബർ ആണ്. അതുപോലെ ദേശീയ കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30-ഉം ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2-ഉമാണ്. അടുത്തത് കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ എ ഡിജിറ്റൽ ക്യാമറ, ഓപ്ഷൻ ബി ജോയ്സ്റ്റിക്ക്, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് വേഡ്, ഓപ്ഷൻ ഡി കീബോർഡ്. ഉത്തരം ഓപ്ഷൻ ഡി കീബോർഡ്. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം എന്നറിയപ്പെടുന്നത് കീബോർഡാണ്. അതുപോലെ ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നതും കീബോർഡാണ്. അടുത്തത് ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ മൈക്രോ തരംഗം, ഓപ്ഷൻ ബി ഇൻഫ്രാറെഡ് തരംഗം, ഓപ്ഷൻ സി റേഡിയോ തരംഗം, ഓപ്ഷൻ ഡി വൈഫൈ. ഉത്തരം ഓപ്ഷൻ സി റേഡിയോ തരംഗം. അത് ഡാഷ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നു. ഡാഷ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നു. ഓപ്ഷൻ എ കമ്പൈലർ, ഓപ്ഷൻ ബി ഇൻ്റർപ്രിറ്റർ, ഓപ്ഷൻ സി രണ്ടും അതായത് എയും ബിയും, ഓപ്ഷൻ ഡി ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി രണ്ടും, എയും ബിയും, അതായത് കമ്പൈലറും ഇൻ്റർപ്രിറ്ററും. അടുത്തതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത്? ഓപ്ഷൻ എ ക്രോം, ഓപ്ഷൻ ബി ഫയർഫോക്സ്, ഓപ്ഷൻ സി മൊസൈക്ക്, ഓപ്ഷൻ ഡി ഗോ ലൈവ്. ഓപ്ഷൻ ഡി ഗോ ലൈവ്. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, സഫാരി, എപ്പിക്, മോസില്ല ഫയർഫോക്സ്, പൈറ, എഡ്ജ്, ഗൂഗിൾ ക്രോം, ക്രോമിയം. അതുപോലെ പ്രധാനപ്പെട്ട മൊബൈൽ ബ്രൗസറുകളൊന്ന് ഓർത്തിരിക്കുക. ആൻഡ്രോയിഡ് ബ്രൗസർ, ഫയർഫോക്സ്, ബ്ലാക്ക്ബെറി ബ്രൗസർ, ഗൂഗിൾ ക്രോം, UC ബ്രൗസർ, ഡോൾഫിൻ ബ്രൗസർ. ഇത്രയും മൊബൈൽ ബ്രൗസറുകളാണ്. അടുത്തത് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ സിമോർ ക്രേ, ഓപ്ഷൻ ബി ചാൾസ് ബാബേജ്, ഓപ്ഷൻ സി അലൻ ട്യൂറിംഗ്, ഓപ്ഷൻ ഡി ബ്ലെയ്സ് പാസ്കൽ. ഉത്തരം ഓപ്ഷൻ എ സിമോർ ക്രേ. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിമോർ ക്രേ ആണ്. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. മോഡേൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവാണ് അലൻ ട്യൂറിംഗ്. അടുത്തത് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ
ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചുള്ള കൈറ്റിൻ്റെ പോർട്ടൽ. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്കാവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചുള്ള കൈറ്റിൻ്റെ പോർട്ടൽ. ഓപ്ഷൻ എ സമേതം, ഓപ്ഷൻ ബി സമ്പൂർണ്ണ, ഓപ്ഷൻ സി സമഗ്ര, ഓപ്ഷൻ ഡി കൂൾ. ഉത്തരം ഓപ്ഷൻ സി സമഗ്ര. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനിയാണ് കൈറ്റ്. കൈറ്റിൻ്റെ പൂർണ്ണ രൂപമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത് ഓപ്ഷൻ എ അസംബ്ലി നിർദ്ദേശങ്ങൾ, ഓപ്ഷൻ ബി API, ഓപ്ഷൻ സി ലൈബ്രറി, ഓപ്ഷൻ ഡി സിസ്റ്റം കോളുകൾ. ഉത്തരം ഓപ്ഷൻ ഡി സിസ്റ്റം കോളുകൾ. അടുത്തത് IPv4 അഡ്രസ് ഒരു ഡാഷ് ബിറ്റ് അഡ്രസ്സാണ്. ഓപ്ഷൻ എ 16 ബിറ്റ്, ഓപ്ഷൻ ബി 32 ബിറ്റ്, ഓപ്ഷൻ സി 64 ബിറ്റ്, ഓപ്ഷൻ ഡി 128 ബിറ്റ്. ഉത്തരം ഓപ്ഷൻ ബി 32 ബിറ്റ്. IPv4 എന്ന് പറയുന്നത് 32 ബിറ്റാണ്. അതുപോലെ IPv6 128 ബിറ്റാണ്. അടുത്തത് ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റു കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. ഓപ്ഷൻ എ IP, ഓപ്ഷൻ ബി TCP അല്ലെങ്കിൽ IP, ഓപ്ഷൻ സി HTTPS, ഓപ്ഷൻ ഡി വെബ് ബ്രൗസർ. ഉത്തരം ഓപ്ഷൻ ബി TCP അഥവാ IP, ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോക്കോൾ അഥവാ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അതുപോലെ HTTPയുടെ ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? ഓപ്ഷൻ എ ഇൻ്റർപ്രിറ്റർ, ഓപ്ഷൻ ബി കമ്പൈലർ, ഓപ്ഷൻ സി അസംബ്ലർ, ഓപ്ഷൻ ഡി ലോഡർ. ഉത്തരം ഓപ്ഷൻ ബി കമ്പൈലർ. അടുത്തത് താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? ആദ്യത്തേത് റൂട്ടർ, രണ്ടാമത്തേത് സ്വിച്ച്, മൂന്നാമത്തേത് ഹബ്, നാലാമത്തേത് ബ്രിഡ്ജ്. ഉത്തരം ഓപ്ഷൻ സി 1 മാത്രം. അതായത് റൂട്ടറാണ് ഇൻ്റലിജൻ്റായി കണക്കാക്കുന്നത്. റൂട്ടർ എന്ന് പറയുന്നത് IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അടുത്തത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? ഓപ്ഷൻ എ DuckDuckGo, ഓപ്ഷൻ ബി ബൈദു, ഓപ്ഷൻ സി യാൻഡെക്സ്, ഓപ്ഷൻ ഡി ബിങ്. ഉത്തരം ഓപ്ഷൻ ഡി ബിങ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിനാണ് ബിങ്. അടുത്തത് മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണരൂപം. SSDയുടെ പൂർണ്ണരൂപം. ഓപ്ഷൻ എ സോളിഡ് സ്റ്റോറേജ് ഡിവൈസ്, ഓപ്ഷൻ ബി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, ഓപ്ഷൻ സി സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ഓപ്ഷൻ ഡി സെക്കൻഡറി സ്റ്റോറേജ് ഡ്രൈവ്. ഉത്തരം ഓപ്ഷൻ സി സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. SSDയുടെ പൂർണ്ണരൂപമാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. പുത്തൻ തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഒരു പുതിയ തരം സ്റ്റോറേജ് ഉപകരണമാണ് SSD. അടുത്തത് വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ റൂട്ടർ, ഓപ്ഷൻ ബി ഗേറ്റ്വേ, ഓപ്ഷൻ സി ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി സ്വിച്ച്. ഉത്തരം ഓപ്ഷൻ ബി ഗേറ്റ്വേ.
അടുത്തത് ഡക്ക് ഡക്ക് ഗോ എന്നത് ഓപ്ഷൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഓപ്ഷൻ ബി ഒരു ബ്രൗസറാണ്, ഓപ്ഷൻ സി ഓൺലൈൻ ഗെയിമാണ്, ഓപ്ഷൻ ഡി ഒരു സെർച്ച് എഞ്ചിനാണ്. ഉത്തരം ഓപ്ഷൻ ഡി ഒരു സെർച്ച് എഞ്ചിനാണ്. അത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഓപ്ഷൻ എ പ്രിൻ്റർ, ഓപ്ഷൻ ബി പ്ലോട്ടർ, ഓപ്ഷൻ സി സ്കാനർ, ഓപ്ഷൻ ഡി ബ്ലൂറേ DVD. ഉത്തരം ഓപ്ഷൻ സി സ്കാനർ. അടുത്തത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ബിൽ ഗേറ്റ്സ്, ഓപ്ഷൻ ബി റിച്ചാർഡ് സ്റ്റാൾമാൻ, ഓപ്ഷൻ സി ചാൾസ് ബാബേജ്, ഓപ്ഷൻ ഡി അസീം പ്രേംജി. ഉത്തരം ഓപ്ഷൻ ബി റിച്ചാർഡ് സ്റ്റാൾമാൻ. ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ. അടുത്തത് ഒരു നിബിൾ എത്രയാണ്? ഓപ്ഷൻ എ 4 ബിറ്റുകൾ, ഓപ്ഷൻ ബി 2 ബിറ്റുകൾ, ഓപ്ഷൻ സി 8 ബിറ്റുകൾ, ഓപ്ഷൻ ഡി 16 ബിറ്റുകൾ. ഉത്തരം ഓപ്ഷൻ എ 4 ബിറ്റുകൾ. ഒരു നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റുകളാണ്. അടുത്തത് അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓപ്ഷൻ എ R സ്യൂട്ട്, ഓപ്ഷൻ ബി G സ്യൂട്ട്, ഓപ്ഷൻ സി ഫസ്ബെൽ 1, ഓപ്ഷൻ ഡി ഫസ്ബെൽ 2. ഉത്തരം ഓപ്ഷൻ ബി G സ്യൂട്ട്. അടുത്തത് ഒരു ഇൻ്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു ഇൻ്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ URL, ഓപ്ഷൻ ബി SQL, ഓപ്ഷൻ സി FTP, ഓപ്ഷൻ ഡി HTML. ഉത്തരം ഓപ്ഷൻ എ URL. ഒരു ഇൻ്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ URL എന്നാണ് വിളിക്കുന്നത്. URLൻ്റെ ഫുൾ ഫോമാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതുപോലെ SQLൻ്റെ ഫുൾ ഫോമാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. FTPയുടെ ഫുൾ ഫോം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതുപോലെ HTMLൻ്റെ ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്തത് MAC അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? MAC അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 14. ഉത്തരം ഓപ്ഷൻ സി 12. MAC അഡ്രസ്സിൽ 12 അക്കങ്ങളുണ്ട്. MACൻ്റെ ഫുൾ ഫോമാണ് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി CD, ഓപ്ഷൻ ഡി ക്യാഷെ. ഉത്തരം ഓപ്ഷൻ ഡി ക്യാഷെ മെമ്മറിയാണ്. അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നതും സെയിം ആണ്. ഇവിടെ രജിസ്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ആയിരുന്നു ഏറ്റവും വേഗത കൂടിയ മെമ്മറി. രജിസ്റ്റർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ക്യാഷ് മെമ്മറി. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ MySQL, ഓപ്ഷൻ ബി GIMP, ഓപ്ഷൻ സി വിൻഡോസ്, ഓപ്ഷൻ ഡി അപ്പാച്ചെ. ഉത്തരം ഓപ്ഷൻ സി വിൻഡോസ്. അടുത്തത് ഇന്ത്യൻ IT ആക്ട് 2000 സൈബർ ടെററിസമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിച്ചിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഇന്ത്യൻ IT ആക്ട് 2000 സൈബർ ടെററിസമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഓപ്ഷൻ എ 65, ഓപ്ഷൻ ബി 66F, ഓപ്ഷൻ സി 67, ഓപ്ഷൻ ഡി 67A. ഉത്തരം ഓപ്ഷൻ ബി 66F. അടുത്തത്
ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശമാണ്. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചരണത്തിന് വേണ്ടി അയക്കുന്ന സന്ദേശമാണ് ഓപ്ഷൻ എ ഹാക്കിംഗ്, ഓപ്ഷൻ ബി ഫിഷിംഗ്, ഓപ്ഷൻ സി സ്പാം, ഓപ്ഷൻ ഡി വൈറസ്. ഉത്തരം ഓപ്ഷൻ സി സ്പാം. സ്പാമിൻ്റെ ഫുൾ ഫോമാണ് സെയിൽസ് പ്രൊമോഷണൽ അഡ്വർടൈസിംഗ് മെയിൽ. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാം. അടുത്തത് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ ഏത്? കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ എ ബൂട്ടിംഗ്, ഓപ്ഷൻ ബി ബ്രൗസിംഗ്, ഓപ്ഷൻ സി റോമിംഗ്, ഓപ്ഷൻ സി ചാറ്റിംഗ്. ഉത്തരം ഓപ്ഷൻ എ ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.